ഇന്ന് നോക്കാൻ പോകുന്നത് മോഡലൊക്കെ നമ്മൾ റെവീറ്റിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അതിനെ ഡോക്യുമെൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, പ്ലോട്ട് എങ്ങനെയാണ്, ഷീറ്റ്സ് എങ്ങനെയാണ് ഓർക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്കിത് പ്രിൻ്റിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലെജൻസിൻ്റെ താഴെ കൂടെ വരുമ്പോഴത്തേക്കും ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൻ്റെ താഴെ ഷീറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ കാണും. ആ ഒരു സംഭവത്തിലോട്ട് വരിക. ഓക്കെ, വ്യൂ പോയാലും നമുക്ക് ആ ഒരു ഷീറ്റ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ഷീറ്റ് എടുക്കാം. അതർവൈസ് ഇവിടെ ഷീറ്റ്സ് ഓൾ എന്നുള്ളിടത്തും നമുക്ക് പുതിയ ഷീറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ബ്രൗസറിൻ്റെ ഷോർട്ട് കട്ട് ചെയ്യുന്ന ഷീറ്റ്സ് എന്നുള്ളിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ദർ ഈസ് ആൻ ഓപ്ഷൻ ന്യൂ ഷീറ്റ്. നമ്മൾ ന്യൂ ഷീറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് ന്യൂ ഷീറ്റ് എന്നുള്ളപ്പോഴത്തേക്കും അവൈലബിൾ ടൈറ്റിൽ ബ്ലോക്സാണ് എനിക്ക് കാണിക്കുന്നത്. A0 മെട്രിക്, അതുപോലെ A4 മെട്രിക്. ഇതൊക്കെ പേപ്പർ സൈസാണ്. ഇപ്പോൾ A4 ആണ് ഏറ്റവും A4 ഷീറ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന A4 ഷീറ്റ്. A5 എന്ന് പറയുന്നത് അതിനും ചെറുതായിരിക്കും. ഓക്കെ, പകുതിയായിരിക്കും. A4യുടെ പകുതിയാണ് A5 ഷീറ്റ്. അതേപോലെ തന്നെ A3 എന്ന് പറയുന്നത് 2 A4 ഷീറ്റ് ചേർന്നിട്ടുള്ളതാണ് A3. നോർമലി നമ്മൾ സിവിൽ പ്രോജക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് A3 അതർവൈസ് A2 എന്നുള്ളൊരു സൈസിലായിരിക്കും നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെ അതിനേക്കാട്ടിലും ഒത്തിരി വലുതാണ് ഈ പറഞ്ഞ A0 എന്നുള്ളത്, A0 മെട്രിക് എന്നുള്ളത്. ഇപ്പോൾ A0 മെട്രിക് എന്നുള്ളത് നമ്മൾ ആ ഡ്രോയിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഷീറ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ A0 മെട്രിക്കിനുണ്ട്, A4 മെട്രിക്കിനുണ്ട്. ബാക്കി പേപ്പർ സൈസ് ഇപ്പോൾ എനിക്ക് A3യോ A2ഓ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോഡ് എന്നുള്ളതുണ്ട്, അവിടെ പോവാം. അവിടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ US മെട്രിക്, നമ്മൾ കോമ്പണൻസ് ഒക്കെ എടുക്കുന്നില്ലേ, ആ ഒരു ഫോൾഡർ കിട്ടും. ആ ഫോൾഡറിനകത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ടൈറ്റിൽ ബ്ലോക്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കാണും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് കണ്ടോ A0, A1, A2, A3 എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് ഇഷ്ടംപോലുള്ള ടൈറ്റിൽ ബ്ലോക്സ് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ A3 വേണമെങ്കിലും എടുക്കാം. A3നകത്ത് താഴെയാണ് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഉള്ളത്. A2 ആകുമ്പോഴത്തേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമുക്ക് ആ ഒരു ടൈറ്റിൽ ബ്ലോക്ക് ഉള്ളത്. ഞാനിപ്പോൾ A3 എന്നുള്ളത് എടുക്കാം, ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ A3 എന്നുള്ളതും ഇവിടെ എനിക്ക് ലോഡായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ A3 എന്നുള്ളത് ഓക്കെ കൊടുത്തിട്ട് ഓക്കെ എടുക്കാം. ഓക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രിൻറ്റ് ഷീറ്റ് വിത്ത് ബോർഡർ, അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള ലെജൻഡ് വ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ വരും. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പ്രിൻ്റ് എന്നുള്ളതൊരു ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഞാൻ കൊടുക്കുക, ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇതിൻ്റെ പേര് പ്ലോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലോട്ടിനെ എനിക്ക് ഇവിടെ വച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെക്ക്ഡ് ബൈ ചെക്കർ ഡിസൈനർ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സംഭവമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈം സ്റ്റാമ്പ് അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓട്ടോ ഡെസ്കിനുള്ള ഒരു ലോഗോ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ലോഡ് ഇൻ ടു ഫാമിലി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രിൻ്റ് എടുക്കേണ്ട പേപ്പർ. അപ്പോൾ ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അസൈൻ ചെയ്യണം. ലെവൽ 2ൽ നമ്മൾ ക്രോപ്പ് വ്യൂ പഠിപ്പിച്ചപ്പോൾ തന്നെ ഇവിടെ ക്രോപ്പ് വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്കത് ഷോ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ക്രോപ്പ് വ്യൂ. ഓക്കെ, ഇപ്പോൾ ക്രോപ്പ് വ്യൂ ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റ്, നമ്മൾ ആ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഷീറ്റിനകത്ത് ആ ഒരു ഷീറ്റ്സ് ഓളിനകത്ത് ഒരു പ്ലോട്ട് 1 പ്രോജക്റ്റ് സിവ എന്നുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലാൻ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്കിങ്ങനെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ കൊണ്ടുവന്നപ്പോൾ എന്തായി, എൻ്റെ ഷീറ്റിനെക്കാട്ടും ഇത്രയും വലുതായിട്ടാണ് എനിക്ക് ലെവൽ 1 കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ക്രോപ്പ് വ്യൂ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഈ ഒരു ലെവൽ 1 അല്ല നമ്മൾ എടുക്കേണ്ടത്. ആക്ച്വലി നമ്മൾ ഫ്ലോർ പ്ലാൻ ലെവൽ 2ലല്ലേ. ലെവൽ 2 എടുക്കാനുണ്ടെങ്കിൽ അത് ഞാൻ ക്രോപ്പ് വ്യൂ ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു സംഭവം മാത്രം ക്ലിയർ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് ഞാൻ സൗത്ത് നോർത്തിലും ഒക്കെ ഞാൻ വേണ്ടത്, എനിക്ക് ഏതൊക്കെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പ്രിൻറ്റിൽ ഏതൊക്കെയാണോ ഞാൻ വെക്കേണ്ടത് അതിലെല്ലാം ഞാൻ ക്രോപ്പ് വ്യൂ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് സൗത്ത് ഇപ്പം ഞാൻ എടുക്കാനുണ്ടെങ്കിൽ കണ്ടോ, ഇതിനെ സൗത്ത് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ, ഇനി ക്രോപ്പ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഷെയ്ഡഡ് ആക്കണമെങ്കിൽ ഷെയ്ഡഡ് ആക്കാം, കോൺസിസ്റ്റൻസ് കളറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറാക്കി അതേപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ കളറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഷീറ്റ്സ് എടുക്കുക. ഷീറ്റിനകത്ത് ഞാനിപ്പോൾ സൗത്താണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു എലിവേഷൻസ് നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. ആ ഒരു സൗത്തിനുള്ള ഏരിയയിൽ ക്രോപ്പ് വ്യൂ ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതേപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഒന്നും കൂടെ സൗത്ത് എടുത്ത് ഇവിടെ വെക്കുക. ഓക്കെ,
വിത്തൗട്ട് ക്രോപ്പ് വ്യൂ നമുക്ക് ആ ഒരു സൗത്തിനുള്ളത് കിട്ടും. നമ്മൾ ലെവൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെവലിൽ റീനെയിം ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ലെവലിൽ നമ്മൾ ഫ്ലോർ പ്ലാൻ അതേപോലെ ഫസ്റ്റ് ഫ്ലോർ എന്നുള്ളതൊക്കെ നമ്മൾ റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഇതായിരിക്കും ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനെ ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു. ഇനി പിന്നെ എനിക്ക് സെക്ഷൻ വ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലോർ പ്ലാൻ എടുക്കുക, ഇവിടെ ചെന്നിട്ട് നമുക്ക് വ്യൂ എടുക്കുക, ഇവിടെ സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷനാണ് എടുക്കുന്നത്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഈ എക്സ് പോലത്തെ ഒരു ഇതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ സെക്ഷൻ വ്യൂ നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. നമുക്ക് സെക്ഷൻ വ്യൂ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ വലിയ വ്യത്യാസമില്ല. ഓക്കെ, ഇപ്പോൾ ഇതെനിക്ക് എല്ലാം 1:200 എന്നുള്ള രീതിയിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇത് 1:100 ആസ് പെർ ദ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് കുറച്ചും കൂടി എനിക്ക് വലുതാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോർട്ടാണോ വേണ്ടത് ആ ഒരു വ്യൂ പോർട്ടിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് കിട്ടും. ഇവിടെ വ്യൂ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ 1:500 കൊടുത്താൽ കുറേ കൂടെ കുറയും, 1:50 കൊടുത്താൽ ഒരുപാട് വലുതാവും. ഓക്കെ, കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ വ്യൂസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് വലുതായിട്ട് കിട്ടും. ഇനി പിന്നെ ഞാൻ വേണ്ടതെന്ന് പറയുന്നത്, ഞാൻ റെൻഡർ ചെയ്ത ഒരു സംഭവം വെച്ചിട്ടുണ്ട്. റെൻഡറിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടാവും ഇവിടെ. ആ ഒരു റെൻഡറിങ് വേണമെങ്കിൽ നമുക്കിവിടെ അടുത്ത് വെക്കാം. ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിനെ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. ഈ സൈഡിലുള്ള ഗ്രിപ്പ് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഗ്രിപ്പ് കാണും. ആ ഗ്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടേ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ, ഇപ്പം ഇങ്ങനെ എനിക്ക് ഇമേജ് വേണമെങ്കിൽ ഇമേജ് പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റേ എലിവേഷൻ, പിന്നെ സൈഡ് എലിവേഷൻ, സൗത്ത് എലിവേഷൻ, വോട്ടെവർ ഇറ്റ് മേ ബി, ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ലെജൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എടുത്ത് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവെക്കാം. ഇതുപോലെ നമുക്ക് വേണ്ടത് മാത്രമായിട്ട് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതിന് പറയുന്നത്, ഇത് നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്യണം. ഇവിടെ ഒരു പ്ലോട്ട് എന്നുള്ളത് സേവ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ചെല്ലേണ്ടത് ഈ ആപ്ലിക്കേഷൻ മെനുവിലോട്ട് പോവുക. ഇവിടെ നിന്ന് നമുക്ക് പ്രിവ്യൂ നോക്കിയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു പ്രിവ്യൂ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നേരെ ഇതിനകത്ത് പോവുക. ഇവിടെ നിന്ന് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിവ്യൂ കാണിക്കും. ഇത് ഓക്കെ ആണ്, അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്ലോസ് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുത്തിട്ട് ഇവിടെ പ്രിൻ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും PDF ആയിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്തിലോട്ട് ആവും. നമ്മൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് അത് കാണിക്കുന്നത്. ഡെസ്ക്ടോപ്പിനകത്ത് ആ ഒരു 238 PDF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF ഫയലായിട്ട് ഞാനിവിടെ സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് സേവ് ആയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു PDF ഫയലായിട്ടാണ് ഞാനത് പോയി നെക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ചസ് കൊടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. സെക്ഷൻ വ്യൂ, ഫ്ലോർ പ്ലാന്, പിന്നെ എലിവേഷൻ, പിന്നെ ഒരു 3D മാത്രമേ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. A3 ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A2 അല്ലെങ്കിൽ A4 വേണമെങ്കിലും ട്രൈ ചെയ്യാം. ചെറുതായിട്ട് ഒരു പ്ലാൻ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പ്രിൻ്ററിന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രിൻ്റർ ഇല്ലാത്ത സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നേരെ കൊടുക്കാം. അതർവൈസ് നമുക്ക് PDF ആയിട്ടുള്ളത് സേവ് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതും അതിനകത്ത് അലൈൻ ചെയ്യുന്നതും. ഈ ലെജൻഡ് വ്യൂസും ഒക്കെ ക്രോപ്പ് വ്യൂ ഒക്കെ ഇവിടെയാണ് നമുക്ക് യൂസ് ആവുന്നത്. അതർവൈസ് നമുക്ക് എന്തായിരിക്കും, ഒരു യൂണിഫോമായിട്ട് നമുക്കൊരു അലൈൻമെൻറ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നതും അതെങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു.